എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ നൽകിയ ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 134 സങ്കീർത്തനം 1 വാക്യം. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. പഴയ നിയമ ആലയത്തിൽ പല ഉപകരണങ്ങൾ, വസ്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇരിക്കാൻ ഒരു കസേര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആലയത്തിൽ നിൽക്കുന്നവരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ ഇറങ്ങിയപ്പോൾ പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല എന്നെഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം നിന്നുകൊണ്ടായിരുന്നു ശുശ്രൂഷക നിവർത്തിച്ചിരുന്നത്. അത് ബഹുമാനാർത്ഥം, ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം ആയിരുന്നു. അപ്പോൾ തന്നെയുമല്ല, പഴയ നിയമ ആലയത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കണം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആലയത്തിലെ ചില പ്രവൃത്തികൾ കണ്ടിട്ട് യേശുവും അത് ആവർത്തിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ആലയത്തിലേക്ക് പോകുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. ഒരിക്കൽ ദാവീദ് പറഞ്ഞല്ലോ, മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും. അപ്പോൾ ദൈവസേനയിലേക്ക് ചെല്ലാനുള്ള ഒരു ദാഹം, ഒരാകാംക്ഷ. 2, സങ്കീർത്തനങ്ങൾ നാം പഠിക്കുമ്പോൾ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. അപ്പോൾ ആലയത്തിലേക്ക് പോകുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. ഒരിക്കലും ഒരു ചിന്തകൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകുന്ന മെത്തേഡിൽ രീതി ആയിരിക്കരുത് ആലയത്തിൽ പോകുന്നത്. സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത്, ഡോക്ടറെ ക്ഷേമം അറിയാൻ എത്ര നാളായി, ഒത്തിരി നാളായല്ലോ ഡോക്ടറെ കണ്ടിട്ട്, ഡോക്ടറുടെയും നേഴ്സിൻ്റെയൊക്കെ ക്ഷേമം അറിയാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകണ്ടോ? ഇല്ല. നിവൃത്തിയോട് കൊണ്ട് പോകുന്നതാ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ ശ്രമിക്കും. അതുപോലെയല്ല ആലയത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ആലയത്തിൽ പോകുന്നത് തന്നെ സന്തോഷത്തോടെ ആയിരിക്കണം. മറ്റൊന്ന്, ആലയത്തിൽ വരുന്നത് എങ്ങനെയായിരിക്കണം? അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അപ്പോൾ അവന്റെ ആലയത്തിൽ വരുന്നത് സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ആയിരിക്കണം. ഇനി ആലയത്തിൽ വന്നാലോ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. വർഷിപ്പ് ബ്രിങ് ജോയ്. ആരാധന നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. ഇനി മറ്റൊന്ന്, ആലയത്തിൽ നമുക്ക് അനുഗ്രഹമുണ്ട്. അതല്ലേ സങ്കീർത്തന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആലയത്തിൽ നമുക്ക് ബ്ലെസ്സിംഗ് ഉണ്ട്. വർഷിപ്പ് ബ്രിങ് ബ്ലെസ്സിങ്സ്. ആരാധന നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ, ഇങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. വർഷിപ്പ് ബ്രിങ് ഡിറക്ഷൻസ്. ആരാധിക്കുന്നവർക്ക് ദൈവം ബുദ്ധി ഉപദേശിക്കുന്നു, അവരെ നയിക്കേണ്ട പാതയിൽ നയിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ചെല്ലുന്നത് തന്നെ സന്തോഷത്തോടെ ആയിരിക്കുന്നെങ്കിൽ ആ സന്തോഷത്തിന്റെ പരിപൂർണത ആലയത്തിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അവിടെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നു. അവിടെ നമുക്ക്
അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആകയാൽ ദൈവത്തെ ആരാധിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി കടന്നു പോകുവാൻ, സ്തോത്രത്തോടുകൂടി ആലയത്തിലേക്ക് പോയി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നല്ല ആലോചനകൾ ഏറ്റെടുത്ത് അതനുസരിച്ച് നടക്കേണ്ടതിനും ദൈവം കൃപയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഇന്നേ ദിവസം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപതയും പകരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.